ദൈവത്തിന്റെ ദാസൻ പറഞ്ഞൊരു വേർഡോട് ഞാൻ പറയട്ടെ. മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നതായിരിക്കുന്ന പൗലോസ് ജീവിതത്തില് പൗലോസ് പറയുന്ന അടുത്ത സാക്ഷ്യമുണ്ട്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് അവൻ ഞങ്ങളെ വിടുവിച്ചു, മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ നല്ല ആശ വെച്ചിരിക്കുന്നു. അതാ തന്റെ ജീവിതത്തിന്റെ പ്രത്യാശ. പക്ഷെ ഇത് എങ്ങനെയാ സംഭവിക്കുന്നത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുന്നു, അപമാനമുള്ളത് മാനത്തെ ധരിക്കുന്നു, ബലഹീനമായത് ശക്തിയെ ധരിക്കുന്നു. ഒരു വലിയ ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. ആ ട്രാൻസ്ഫോർമേഷനാണ് ഒറ്റ വേർഡിൽ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെടുത്തിയത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യമാരാ. ഒറ്റ വാക്യത്തിലാണ് പറഞ്ഞേക്കുന്നത്, അവനോട് സദൃശ്യരാകും. കർത്താവായ യേശുക്രിസ്തു രൂപാന്തരപ്പെട്ട് എടുക്കപ്പെട്ടതായ സമയത്ത് ഏതവസ്ഥയിലായിരുന്നുവോ അതുപോലെ തന്നെ ഞാൻ നിങ്ങളുമാകുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ദാസനെ ഒപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഞങ്ങൾ സന്തോഷത്തോടല്ല ജീവിക്കുന്നത്. ഞങ്ങൾക്കൊരു ഞരക്കമുണ്ട്. ഞങ്ങളുടെ ഞരക്കത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വമാണ് ഞങ്ങളുടെ മുമ്പിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ചോദിക്കട്ടെ, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുടെ ഉള്ളത്തിൽ ഒരു ഞരക്കമുണ്ടായിരിക്കും.